ആസിഫിനെതിരെയല്ല, നമുക്ക് പടം ബ്രേക്കായിട്ട് ചില സമയത്ത് ഷൂട്ട് തുടങ്ങാൻ പറ്റാനായിപ്പോൾ. കാരണം പുള്ളി വേറെ പടങ്ങൾ, ആസിഫ് വേറെ ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പടമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാണ്ടായിപ്പോൾ നമ്മൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കില്ല. നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്, അവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പടം ആസിഫിൻ്റെ ഇവിടെ വരുമ്പോൾ സൈജുവിൻ്റെ പ്രശ്നവും സൈജുബായുടെ പ്രശ്നവും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡേറ്റിൻ്റെ വിഷയം എല്ലാവർക്കും നല്ല തിരക്കുള്ള നടന്മാരാണ് അവരൊക്കെ. അപ്പോൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ട് അവർ അതിനൊരു ക്ലാരിറ്റി നമുക്ക് ചെയ്തു തന്നു. അത്രേ ഉള്ളൂ. സാധാരണ ഒരു പ്രധാനപ്പെട്ട താരമാണ് ആസിഫ് ഒരു പോസ്റ്റ് പോലും ഇത് ഇട്ട് കണ്ടില്ലായിരുന്നു. അത് പുള്ളി പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് സർജറി ഒക്കെ വന്നപ്പോൾ പുള്ളിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മാസത്തേക്ക് പുള്ളിക്കുന്ന റെസ്റ്റാണ്. മൊത്തത്തിൽ പുള്ളി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പിന്നെ കാസർഗോഡൊക്കെ എന്തോ പുള്ളി വിചാരിച്ച പോലെ ഒരു ഹിറ്റിലോട്ട് കൂടെ പോയില്ല. അപ്പോൾ നടനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഓരോ സിനിമ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയാണ്. അതിനൊരു വിജയം കിട്ടിയാൽ തീർച്ചയായിട്ടും തകർന്നു പോകും. അതുപോലെ അവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം നിൽക്കുമ്പോൾ നമ്മൾ പുള്ളിക്ക് പെട്ടെന്ന് ഈ സർജറി വന്നു. അപ്പോൾ 3 മാസത്തെ റെസ്റ്റാണ്, പഠനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. എല്ലാവരും പടം കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമായിരിക്കും തീർച്ചയായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് സിനിമ കണ്ടിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ധൈര്യമായിട്ട് പറയണം. സിനിമ കണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. ഒരിക്കലുമില്ല. നല്ല സിനിമ ആണെങ്കിൽ പിന്നെ നമ്മൾ റിവ്യൂ പഠിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാനുണ്ടോ? ചോദിക്കുന്നതിലുണ്ടോ? നമുക്ക് വൈകില്ലേ? പൊതുവെ അറിയപ്പെട്ടത് ആൾക്കാർ 2007-2008-2009 നമ്മുടെ ഈ അതായത് ഫേസ്ബുക്കൊക്കെ വരുന്നതിൻ്റെ ഫോറം കേരളം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ സിനിമ ആസ്പിറൻസിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ളവർ, പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ. അപ്പൊ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഹൈദരാബാദിലുള്ള എൻ്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്കത് അയച്ചു തന്നതാണ്. ഭയങ്കര രസമായിരുന്നു. ആദ്യം ഫീൽ ചെയ്തു, പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അത് സൈജു ഗ്രൂപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് ബിന്ദുമോഹൻ വേഴ്സസ് അങ്ങനെ കുറെ ഞങ്ങളുടെ ഹീറോ ആയിട്ട് വന്ന ആൾക്കാർ, നിശാന്ത് സാഗർ, അതായിരുന്നു അതിൻ്റെ ത്രെഡ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു അതിനകത്ത് പേര്. കളിയാക്കലാണ്, സർക്കാസം. അതിനുശേഷം അപ്പൊ അതിനകത്ത് SFA കണ്ടു, സൈജു ഫാൻസ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ SFAയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പെന്നേമാണ്. ടിപ്പർ വാസു, ഓക്കെ, പിന്നെ അജിയേട്ടൻ, ശിവേട്ടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പെന്നേംസ് ആണ്. ഇവരുടെ ഒറിജിനൽ പേരൊന്നും നമുക്കറിയില്ല. പിന്നെ ഇവരൊക്കെ പരിചയപ്പെട്ടവരാണ്. അത് കഴിഞ്ഞൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഏതൊരു പടം റിലീസായി.
അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നു. ഇന്ന് തൊട്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടന്നു കൊടുത്തിട്ട് നവരസനായകൻ, എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്നു. അത് വേണ്ട ഒരു രസമായിരിക്കും, പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നവരസനായകൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി. ഫേസ്ബുക്കിൽ സിനിമ പാരഡൈസ് ക്ലബിലാണ് സാർ എന്നുള്ള വിളി. നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു പേര് തന്നു. പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രാരബ്ധം, സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പം പ്രാരബ്ധം കാര്യങ്ങളൊക്കെ എൻ്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ EMI സ്റ്റാർ, ഇപ്പൊ കുറെ പേരുണ്ട്. ഇത് EMI സ്റ്റാർ, കടം സ്റ്റാർ, കടക്കണി സ്റ്റാർ, ലോൺ സ്റ്റാർ, പ്രാരംഭം സ്റ്റാർ. അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും എനിക്കുണ്ട്. ഈ പടത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ പടം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പേര് മാറില്ല. ഇനി കുറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് ഒരു 3-4 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം കോടീശ്വരൻ സ്റ്റാർ ചിലപ്പോൾ വരുമായിരിക്കും. അല്ല, ഈ സുപ്രീം സ്റ്റാറിന് വേണ്ടി തുടങ്ങിയില്ലായിരുന്നു. അപ്പൊ അത് സർക്കാസമാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കൊന്നും ഫീൽ ചെയ്തായിരുന്നു. അന്ന് എന്റെ പ്രായം കുറച്ച് 27-28 വയസ്സൊക്കെ ഉള്ളു. അപ്പം പെട്ടെന്ന് അതൊക്കെ കണ്ടപ്പോഴേ അതിന്റെ സുഹൃത്തിലേക്ക് ലിങ്ക് അയച്ചത് ഇത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, നമ്മൾ ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേരെ വെച്ച് ഇങ്ങനെ വെറുതെ കളിയാക്കില്ല. അപ്പൊ അത് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടു ആയി. അപ്പൊ ഇത് ഭയങ്കര രസമായി. പിന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലിൽ ആക്സസ് ഇല്ല, ഈ ഇതൊന്നും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാപ്ടോപ്പിൽ GPS കണക്ട് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ്. അപ്പൊ ഒരു 2-3 പേജ് വീണ്ടും എന്താണ് രാത്രിയൊക്കെ ആയിട്ട് ആൾക്കാർ കമന്റ്സ് ഇട്ടാണ്. അതൊക്കെ വായിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് when we are working in the media, so criticism will be there. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നിലെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ക്രിറ്റിസിസം അവരെന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം നവരസ നായകൻ എന്നുള്ള എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർക്കാസമാണ്. അപ്പൊ അതിനകത്ത് കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പട്ടം കൊടുത്തതെന്ന്. അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് 9 വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ്, ഒരു രസം കാണിക്കുന്ന സ്ഥലത്ത് 9 രസങ്ങൾ കാണിച്ചു എക്സ്ട്രാ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ്, പക്ഷെ അത് ഓഡിയൻസ് നല്ലതല്ല. അതാണ് പ്രശ്നം. ഈ പറഞ്ഞ പോലെ ഈ ഫോറം കേരള സ്നേഹസലാപം പോലെ പണ്ടത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പുള്ള ഫോറംസിലൊക്കെ ഈ ഇതേപോലെ ട്രോൾസ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ്. അപ്പൊ അന്ന് കുറച്ചും കൂടി ഒരു ഈ പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ആ പുറത്ത് ആക്റ്റീവായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കിലായിട്ട് ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് എല്ലാവരെയും ഒരു പേഴ്സണൽ ഹാരാസ്മെന്റിന് ഈ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് എനിക്കറിയില്ല ഇത് എന്താണ് കുറഞ്ഞു വരുന്നതെന്ന്. അതായത് ഇപ്പൊ എനിക്ക് 1 ലക്ഷം പേരാണ് ഫോളോവേഴ്സ് എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ 98,000 മാറുന്നു. ഇത് എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം ഞാനിപ്പോ അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ ഈ റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞു കേട്ടത് ഇപ്പൊ ടൈറ്റിൽ ഒന്നും ഈ എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച്. പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം. അപ്പം റീൽസ് ഒന്നും എനിക്ക് അങ്ങനെ ഏരിയ അല്ല. എനിക്ക് ഞാൻ ചെയ്തു പോകും റീൽസ് ഒക്കെ ചെയ്താൽ. അപ്പൊ അത് കാരണം അതൊന്നും പറ്റില്ല. മോള് ഇപ്പൊ ചെയ്യുന്നുണ്ട്, അവള് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറ്റങ്ങളൊക്കെ കാണും, പക്ഷെ അവളത് റെഡി ആയിക്കോളൂ. അപ്പം ആ ഒരു ഏരിയ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ കണ്ടാൽ അറിയാം, ഞാൻ എന്റെ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. എന്റെ സിനിമ പേരെഴുതാത്ത ഫോട്ടോസ് പോലും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട് 150 പീപ്പിൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ 1000 കുറഞ്ഞാണ് അപ്പോഴത്തേക്കും. ഇത് എന്താണ് ഇത് മായാജാലം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പം ഞാനതുകൊണ്ട് ഞാൻ കൂടുതൽ കീനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഫോറം കേരള പോലത്തെ
അത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നിങ്ങളെന്നെ തുറന്നു പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഈ സർക്കാസം മാത്രമേ ഉള്ളൂ, അങ്ങനെ തെറിവിളി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വളരെ മാന്യമായിട്ട് അവർ കളിയാക്കും. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ രോഹിത് പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നമ്മുടെ കളയുടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഈ പെന്നേമായതുകൊണ്ട് രോഹിത്തിന്റെ പേരും വേറെ എന്തോ ആയിരുന്നു. ഇപ്പൊ ഈ ടിപ്പർ വാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും സജിൻ എന്നാണ്. അപ്പൊ ഇവര് അന്ന് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നല്ലേ? അതിനകത്ത് ആ ലിങ്ക് ഇല്ലേ, ഈ സൈജു ഗ്രൂപ്പ് വേഴ്സസ് ഇങ്ങനെ കുറെ നടന്മാരുടെ പേര്, അതാണ് ആദ്യമായിട്ട് 5000 പേജ് കംപ്ലീറ്റ് ആയത്. എന്നിട്ട് അതിന്റെ കേക്ക് കട്ടിങ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അതൊക്കെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പടത്തിൽ ചെറിയ വേഷത്തിലാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഈ പടത്തിൽ എങ്ങനെയാണ് കൂടുതൽ റോളാണോ, എന്താ കഥാപാത്രത്തെ കുറിച്ച് വരാത്തിന്റെ കാര്യം ഞാൻ അഭിനയിക്കാത്ത പടത്തിൽ വിളിക്കാറില്ല. ഡെയിലി ഇവിടെ നടക്കുന്നുണ്ട് 10-15 വിളിച്ചിട്ട്. നമ്മളതിനകത്തൊന്നും ഇല്ലാത്തതിന് പ്രശ്നമാണത്. വിളിച്ചതൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ചോദിച്ചത്? ഈ പടത്തില് ശ്രദ്ധിക്കപ്പെടുന്നൊരു ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിഷാന്ത് വളരെ പ്ലാൻ ചെയ്ത് തന്നെ അദ്ദേഹം വിളിച്ചൊരു ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു നല്ല പടമാണ്, നല്ല സിനിമയിൽ ഭാഗമാകാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് വിജയിക്കുക അതൊക്കെ അടുത്ത കാര്യമാണ്. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റില് നമ്മളെ കൂടെ എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അതിന് ഭാഗമാകാൻ പറ്റുന്നുള്ളതാണ്. കുറേ അല്ലാത്ത പടങ്ങൾ അഭിനയിക്കാനുള്ളത്, കുറച്ച് നല്ല പടങ്ങൾ അഭിനയിക്കാനുള്ളതാണ്. സന്തോഷം. അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അവര് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, വേറെ വല്ല പ്രോഗ്രാമിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ സ്റ്റേജായിട്ടും ചാനലായിട്ടും നമ്മുടെ പെർഫോമർ നിലയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ കഴിവുകളൊക്കെ എല്ലാ മേഖലകളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്തൊരു സന്തോഷക്കുറവുമില്ല. കാരണം നമ്മുടെ കാര്യങ്ങളിൽ ബിസിയാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാധ്യമമാണ്. സിനിമ എപ്പോഴും നിലനിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അതുപോലുള്ള നല്ല കഥാപാത്രം കിട്ടിയാൽ ഒരു കലാകാരനെ സംബന്ധിച്ച്, കലാകാരിയെ സംബന്ധിച്ച് ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സിനിമയിലേക്ക്. അതൊരു വിഷയമായിട്ട് ഒരു സംഭവമില്ലത്. അത് യോഗമായിട്ട് അദ്ദേഹം ചെറിയ വിഷയമായിരുന്നു. അതങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ന്യൂസായിട്ട് വന്നു. അത് എന്തുകൊണ്ട് നമ്മുടെ സിനിമയുടെ പേര് മാത്രമേ വന്നുള്ളൂ. പ്രത്യേകിച്ച് പേപ്പറുണ്ട്, മാറിയുള്ള ഉണ്ട്. അത് വേറെ ബുദ്ധിമുട്ടൊന്നും സിനിമ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ദിവസം ഒരു വിലക്കെന്ന് പറഞ്ഞൊരു ന്യൂസ് സ്പ്രെഡായി. ചിലപ്പോൾ അന്വേഷിക്കുന്നത് അന്വേഷണം കുറച്ച് യാഥാർത്ഥ്യം മനസ്സിലായി. അതുകൊണ്ട് സിനിമയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാം. ഞങ്ങൾ വെയിറ്റിംഗാണ്. ഫൈനലായിട്ടില്ല. നെറ്റ്ഫ്ലിക്സായിട്ട് സംസാരിക്കുന്നു. നെറ്റ്ഫ്ലിക്സാണ് ഈ സിനിമ പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് സജീവന്റെ ചിത്രങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളത് നല്ല രീതിയിലാണ് പ്രഷർ ഏറ്റെടുത്തത്. അപ്പൊ ഈ സിനിമ എങ്ങനെയാണ് പ്രഷർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് പറയാം? ഈ ചോദ്യത്തിന് ആരോട് ചോദിച്ചാലും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഈ വിജയ ചിത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കൊന്നുമില്ല. നിങ്ങളൊക്കെ വിജയിക്കുന്ന ചിത്രങ്ങൾ, ഇപ്പൊ വിജയിക്കാത്ത ചിത്രങ്ങൾ പോലും നമ്മൾ വിചാരിക്കുന്നത്, ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് വിജയിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്.
അപ്പൊ അത് പറഞ്ഞാൽ ഇപ്പം മറ്റന്നറിയാം. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ എല്ലാവരും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല സിനിമയാകാൻ എല്ലാ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിനൊക്കെ സ്ക്രിപ്റ്റിനെക്കാളും മേളിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ ഇത് ഉറപ്പായിട്ടും നന്നാവണം, ഇത് വിജയിക്കണം. എന്തായാലും മറ്റന്നാൾ അറിയാം ഇതിന്റെ റിസൾട്ട്. ശരി, രഞ്ജിത്ത് സിനിമ പേരിടാനുള്ള കാരണം? അയ്യോ, മോൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ ആദ്യമേ എനിക്ക് പറഞ്ഞായിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? പറഞ്ഞേക്കാം അല്ലേ? ആസിഫ് അലിയാണ് ഇതിനകത്ത് പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് രഞ്ജിത്ത്. അദ്ദേഹം ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കറാണ് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഭാഗം ഈ സിനിമയുടെ ഉള്ളിലെ സിനിമയായിട്ട് നമ്മൾ കാണിക്കുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേക്കും സംവിധായകൻ നിശാന്ത് സാറിന് തോന്നിയത് രഞ്ജിത്ത് സിനിമ എന്ന് വെച്ചാൽ രഞ്ജിത്ത് സിനിമ എന്നുള്ളത് ഒരു വളരെ പഞ്ചുള്ള ഒരു ലൈനാണല്ലോ. ഇപ്പം ഫിലിം ദുബായ്, പ്രിയദർശൻ എന്നൊക്കെ പറയണ പോലെ. അപ്പം ക്യാരക്ടറിന്റെ പേര് ആദർശമായിട്ട് രഞ്ജിത്ത് ആയപ്പോഴത്തേക്കും പിന്നെ ടൈറ്റിൽ പിന്നെ അങ്ങനെയാണ് അതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് രഞ്ജിത്ത് സിനിമ എന്ന് എഴുതി കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ സംവിധായകൻ ഓൾറെഡി രഞ്ജിത്ത് ഉണ്ടല്ലോ. അപ്പം രഞ്ജിത്തിന്റെ പടമാണോ എന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ലേ? അത് എനിക്കും ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടാകേണ്ടതാണ്. ഞാനത് സാറ്റിന്റെ ഒക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറയണത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇത് ടൈറ്റിലാണല്ലോ. മറ്റേത് അദ്ദേഹത്തിന്റെ സിനിമയാണല്ലോ, ഇത് ഇദ്ദേഹത്തിന്റെ സിനിമയാണല്ലോ. ഇത് ടൈറ്റിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതില് ആൻസൺ ബോളിന്റെ ശബ്ദം ഡബ് വേറെ ആളെ ചെയ്തു. അതെ, കറക്റ്റ് അല്ലേ? അതെ അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്? എന്റെ അറിവ് വെച്ച് ഈ സിനിമയ്ക്ക് ഇതിന്റെ ബിസിനസ് പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ വേറെ ആളെ വെച്ച് ഡബ് വന്നു എന്നാണ് നമ്മുടെ ഡയറക്ടറും പ്രൊഡക്ഷനും എൻ്റെ അടുത്ത് സംസാരിച്ചത്. പിന്നെ ഈ സിനിമ ഒരു 2 വർഷക്കാലം എടുത്തിട്ടാണ് നമ്മൾ സിനിമ ചെയ്തേക്കുന്നത്. അതിൻ്റെ നടുക്കിൽ നമ്മളെല്ലാവരും ഇതിലെ ആർട്ടിസ്റ്റ് എല്ലാവരും ഓരോരോ സിനിമകളായിട്ട് ബിസിയായിരുന്നു, ഞാനും ബിസിയായിരുന്നു. അപ്പം അതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. ചെയ്തത് സന്തോഷമുണ്ടോ മനസ്സിലാത്? വേറെ ആൾ ചെയ്തുകൊണ്ട് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. എൻ്റെ ശരീരം, എൻ്റെ ശബ്ദം, അതെൻ്റെ അവകാശം അല്ലേ? ആ പുള്ളിക്കൊട്ടും വരാൻ പറ്റാത്ത സമയത്തായിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഡബിങ് നടന്നത്. കാരണം സിനിമയിൽ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് ആയിട്ടുള്ള ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് പറ്റുന്ന ഔട്ട്ഡോർ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 45 ദിവസം കൊണ്ട് ചെന്നൈ, ബോംബെ അങ്ങനെയാണ് ഒട്ടും വരാൻ പറ്റാണ്ടായി ഇങ്ങോട്ട്. നമുക്ക് വേറെ വഴി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ആൻസൺ തന്നെയുള്ള എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ സാഹചര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ആൻസറിന്റെ കുറവല്ല, അത് നമ്മുടെ ടൈമിങ്ങിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു. ആൻസറിന്റെ സമ്മതപ്രകാരം ചോദിച്ചിട്ട് എല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തായാലും തുടർന്ന് പുള്ളിയുടെ തന്നെ ടണി വേറെ കൂടെ ഇറങ്ങുന്നുണ്ട്. അതിന് ആൻസർ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഓക്കെ മാറ്റിട്ട് കഴിയോ? മാറ്റിട്ട് പോയി അല്ല വേറെ ചോദിക്കട്ടെ, ഇനി എന്നെ കൊണ്ട് ഡബ്ബിന്റെ കേസ് കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ആ ശബ്ദം നല്ലതാണെങ്കിൽ ഞാൻ അവര് ഗോളടിക്കുമോ ഡബ് ചെയ്ത്? ഒന്നുമില്ല, ഇങ്ങനെ ചില സാഹചര്യങ്ങളിലൊക്കെ എനിക്കൊക്കെ പണ്ട് ഡബ് ചെയ്യുന്ന മുട്ടശങ്കർ തന്നെ മറ്റൊരാളുണ്ട്. അപ്പൊ എന്റെ ശബ്ദമായിട്ട് ഭയങ്കര സമയം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഡബ് ചെയ്യാൻ ആഗ്രഹം. പക്ഷെ ഞാൻ ഡബ് ചെയ്തതിന് പിന്നെ അയാൾ എന്നെ കണ്ടില്ല ചെയ്താലും കാണാൻ പറ്റിയത്. കാരണം ഞാൻ അഭിനയിക്കുന്നത് അന്ന് ഭയങ്കര സ്പീഡിലാണ്. അതിന് ഇന്ത്യയുടെ സ്റ്റൈലുണ്ടായിരുന്നു. ഇയാളത് ഡബ് ചെയ്യാൻ പറ്റാതെ മലയാളിയാണ്. തമിഴ്നാട്ടിൽ കുറേ കാലം ഇപ്പോഴും അഭിനയിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അയാൾ എന്നെ കാണുമ്പോൾ പറയും, ഇപ്പൊ
നിങ്ങളുടെ എനിക്ക് അന്ന് ഡബ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെറിയ ചെറിയ വേഷത്തിനാണ് കുഴപ്പമില്ല. വലിയ സീൻസൊക്കെ വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല. ചില സംഭവങ്ങൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള ചില ശബ്ദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലരും. അവർക്കിപ്പോൾ പറയാൻ പറ്റില്ല. പണ്ട് പല വോയിസും അതിന് ചില ഡയറക്ടർമാരെ അവകാശപ്പെടും. അതിനിങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നല്ലത്, അതുകൊണ്ട് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഡയറക്ടർ പറയുമ്പോൾ ചില നടന്മാരെന്നെ സമ്മതിച്ചിട്ടുണ്ട് അതായിരിക്കും നല്ലത്. അങ്ങനെയല്ല, ഇത് അദ്ദേഹത്തിന് വരാൻ പറ്റാനായിട്ട് പറ്റിയതാണ്. ഷാനേട്ടൻ്റെ ആദ്യത്തെ സിനിമ ഡെബ്യൂട്ട് സിനിമയാണല്ലോ ഇത്. ശരിക്കും എങ്ങനെ ആസിഫ് അലിയുടെ അടുത്തെത്തുന്നത് തന്നെ? പുള്ളിക്കാരനെ വിളിച്ചാൽ കിട്ടില്ല, ഒരു കഥ പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ന്യൂ കമേഴ്സ്, പുതിയ ഡയറക്ടേഴ്സിനൊക്കെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ആസിഫ് അലിയുടെ എത്തിയിട്ടില്ല, എങ്ങനെ ആസിഫ് അലിയിൽ ഈ സിനിമ എത്തുന്നത്? ആസിഫ് അലിയെ കുറിച്ച് പറയാം. സിനിമ എത്തുന്നത് ഡയറക്ടർ ഷാഫ് സാഹിബിൻ്റെ കഥ പറയുമ്പോൾ ആസിഫ് അലിയുടെ ഡേറ്റ് ഷാഫിലുണ്ടായിരുന്നു. അവരൊരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ പാർട്ടി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് സംസാരിച്ചു. എൻ്റെ അടുത്ത് 2.5 മണിക്കൂറോളം സമയമെടുത്താണ് കഥ പറഞ്ഞത്. കഥ കേട്ട ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പുതുമയുള്ള സബ്ജക്റ്റ് അത് നമുക്ക് ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കമ്മിറ്റ് ആവുന്നത്. പിന്നെ അങ്ങനെ ഡിസംബറിൽ ഷൂട്ട് തുടങ്ങി. പിന്നെ എന്താ പറയുക, പടം ബ്രേക്കാവാൻ മെയിനായിട്ടുള്ള കാരണം ആസിഫിന് കോവിഡ് വന്നു. പടം ഷൂട്ട് തുടങ്ങി 21 ദിവസം. അങ്ങനെയാണ് ഫസ്റ്റ് ബ്രേക്ക് വന്നത്. പിന്നെ ആർട്ടിസ്റ്റിനോട് പടമായതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് റെഡിയാകുമ്പോൾ അടുത്ത ആർട്ടിസ്റ്റ് ഫ്രീ ആവില്ല. പിന്നെ കണ്ടിന്യൂറ്റി പ്രോബ്ലം, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് പോകുന്നതുകൊണ്ടാണ് പടം കുറച്ച് നീണ്ടുപോയത്. പക്ഷെ അതിൻ്റെ ഒന്നും ഫ്രഷ്നെസ് കുറവോ ഒന്നും ഈ പടത്തിൽ ഉണ്ടാവില്ല. അത് പടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. വളരെ ഫ്രഷായ, വളരെ പറയാൻ പറ്റിയൊരു നല്ല സബ്ജക്റ്റിനാണ് നമ്മൾ സിനിമ പറയുന്നത്. അതെല്ലാവരും സിനിമ കണ്ടിട്ട് അത് നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളോട് എത്ര പറഞ്ഞിട്ട് ആയിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് കസ്റ്റമറായതുകൊണ്ട്. നന്നായ തുടർന്ന് നല്ല സിനിമ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് നമുക്ക് താരം. നേരത്തെ പറഞ്ഞല്ലോ OTT-ക്ക് വേണ്ടിയിട്ട് നേരത്തെ കൊടുക്കേണ്ട, അവിടെ നേരത്തെ കൊടുക്കേണ്ടതുകൊണ്ട് ഡബിങ് ഇങ്ങനെ മാർച്ച് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. സിനിമ OTT-യുടെ അവരുടെ നിയന്ത്രണത്തിലേക്ക് ആയിപ്പോയി തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് എന്താ ഇപ്പോ സിനിമ ബിസിനസ് വളരെ ലോയായിട്ട് നടക്കുന്നുള്ളൂ. പടപടങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നതിൽ പല പടങ്ങളും ബിസിനസ് ആയിട്ടില്ല. കാരണം അവർ ഒരു വർഷം ഇത്ര പടങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ബാലൻസ് അവർക്കുണ്ട്. ഇപ്പോൾ ഈ പടം ഒരു പടം OTT എടുക്കുമ്പോൾ സാറ്റലൈറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരെയുണ്ട്. കാരണം അവരുടെ എഗ്രിമെന്റ് അങ്ങനത്തെ എഗ്രിമെന്റാണ് OTT-ക്കാർ നമുക്ക് തരുന്നത്. അപ്പൊ നമുക്കൊരു ബിസിനസ് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ വർഷം ഈ പടം വിറ്റില്ലെങ്കിൽ അടുത്ത വർഷം പടം വിൽക്കാൻ പറ്റില്ല. എനിക്ക് ഒരു ഏത് പ്ലാറ്റ്ഫോമിൽ വിൽക്കാന്ന് പോലും അറിയില്ല. അപ്പൊ സ്ലോട്ട് ഈ വർഷം കിട്ടിയത് കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ അടുത്ത വർഷമാണെങ്കിൽ അവർ ഈ പടം എടുക്കില്ല. നെറ്റ്ഫ്ലിക്സിൽ ഈ വർഷം ആയതുകൊണ്ട് മാത്രമായിട്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ നമുക്ക് മുന്നിൽ വന്നു. കാരണം അല്ലെങ്കിൽ നമ്മുടെ പടം കച്ചവടമായിരിക്കും, നമ്മൾ വൺ റിസ്ക് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് വന്ന പടമാണ്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം വന്നപ്പോൾ അത് ചെയ്യേണ്ടി വന്നു. ഈ സിനിമയിൽ എൻ്റെ ശബ്ദം പണയം വെച്ചിട്ടാണ് സിനിമ എല്ലാവരും വിജയിപ്പിച്ചത് നെറ്റ്ഫ്ലിക്സ്. തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. എനിക്ക് എൻ്റെ ശബ്ദം അത്ര ഇഷ്ടമല്ല. ഞാൻ ആദ്യം സിനിമ കാണട്ടെ, എന്നിട്ട് ആ ശബ്ദം എങ്ങനെയുണ്ടെന്ന് ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അതില് ഷൂട്ടിന്റെ സമയത്ത് ആസിഫ് അലിക്കെതിരെ പ്രൊഡ്യൂസർ ഒരു പരാതി കൊടുക്കുന്നുള്ളൊരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യമാണോ? സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ് മീറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ ഒരുപാട് നാളത്തെ വർഷങ്ങൾക്ക് ശേഷം സിനിമ നാളെ റിലീസ് ആവുകയാണ്. അപ്പോൾ നമ്മൾ സിനിമയിൽ അഭിനയിച്ച നമ്മളെല്ലാം പ്രിയപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ കൂടുതൽ ശേഷം ഓരോരുത്തരായിട്ട് പറയുന്നതായിരിക്കും. അതിനുവേണ്ടി ഞാൻ അശോകനെ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിത്ത് സിനിമ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രസ് മീറ്റാണ്. ഇതിൽ സിനിമയെക്കുറിച്ച്, ഇതിൻ്റെ കഥയെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത്രയും കാര്യങ്ങൾ അതിലാണ്, വളരെ സസ്പെൻസാണ്. മറ്റൊന്ന് നമ്മളുടെ ഹീറോ അറിയാലോ, ആസിഫ് സുഖമില്ല, ആസിഫ് ഇല്ല. അങ്ങനെ 1-2 പേരൊന്നും ഇവരെ നമ്മുടെ ഇവിടെ ഇല്ല, ഇവിടെ പ്രസന്റ് ആകാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങളും.
എന്നാലും നമുക്ക് ഇതിൽ മറ്റുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എൻ്റെ ക്യാരക്ടറിൻ്റെ അത് പ്രൊഡ്യൂസറാണ്. ഇതാണ് ഒറിജിനൽ പ്രൊഡ്യൂസർ. ഞാനിതൊരു ക്യാരക്ടർ പ്രൊഡ്യൂസറാണ്. ആ ക്യാരക്ടർ പ്രൊഡ്യൂസറിൽ വളരെ പ്രത്യേകതയുണ്ട് ഈ കഥ പറയാൻ നേരത്ത്. അതുകൊണ്ട് തന്നെ കഥ പറയാൻ പറ്റില്ല. പിന്നെ പറയാനുള്ളത് ഇരിക്കുന്നവർക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഷൈജു ഗ്രൂപ്പിലേക്ക് ബൈക്ക് കൊടുക്കാം. അതായിരിക്കും അതിൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിത്ത് സിനിമ എൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ടൈറ്റിൽ എന്തുകൊണ്ട് റിവീൽ ചെയ്തില്ല പോസ്റ്ററിൽ. പക്ഷേ രഞ്ജിത്ത് സിനിമ എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ. ഇപ്പോഴും നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇടുമ്പോഴത്തേക്കും ഇത് പോസ്റ്റർ ഉള്ള അല്ലെങ്കിൽ ടീസർ ഉള്ള ട്രെയിലർ ഉള്ള ഇതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് പറയാൻ ചോദിച്ചിങ്ങനെ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ രഞ്ജിത്ത് സിനിമ എന്ന ടൈറ്റിൽ ഇത് ചെറിയ രീതിയിൽ സിനിമയുടെ ഉള്ളിൽ ഉള്ളൊരു സിനിമയും കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രഞ്ജിത്ത് സിനിമ എന്നുള്ള പേര് വന്നത്. പിന്നെ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ആസിഫ് അലിയുടെ കഥാപാത്രത്തിന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഈ സിനിമയില്. അപ്പൊ അങ്ങനെയാണ് ഈ ടൈറ്റിൽ ഉണ്ടായത്. വേറെ ഇതൊരു സംവിധായകൻ നിശാന്ത് സാറ്റു പറഞ്ഞ പ്രകാരം ഇതൊരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അതുകൂടാണ്ട് ഇന്നലെ വേറെ ഒരു ജോണറും കൂടെ നമ്മുടെ സന്ദീപില്ലേ സിനിമ വന്നിട്ട് അദ്ദേഹം ഒരു ജോണർ റിയലിസ്റ്റിക് ഫിക്ഷൻ അല്ലേ, റിയലിസ്റ്റിക് ഫിക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു ജോണർ കൂടെ ഉണ്ട്. ഇനി ഏതായാലും മറ്റന്നാൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനും സിനിമ മൊത്തത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ പോർഷൻസ് മാത്രം ഞാൻ ഡബ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ സിനിമ കണ്ടിട്ട് നിങ്ങളും നിങ്ങളുടെ റിവ്യൂസ് പറയുക. ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഉള്ളൊരു സിനിമയാണ്. നിശാന്ത് സാറ്റു അദ്ദേഹം ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പല പ്രഗത്ഭരായിട്ടും അദ്ദേഹം ടീം അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം, അദ്ദേഹം ഇവിടെ ഇല്ലാത്തൊരു ആക്ച്വലി നന്നായി അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കോടതി ഇരുത്തിക്കൊണ്ട് കോടതി പറയുന്നൊരു ചെറിയ പ്രശ്നമാണ്. കാരണം അദ്ദേഹം ഒരു ഗംഭീര നടൻ കൂടെയാണ്. ഉർമിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉർമിയുടെ പ്രൊമോഷൻ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ 2 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പേരാണ് പൃഥ്വിരാജ് എടുത്ത് എന്ന് പറഞ്ഞത്. ഒന്ന് നിശാന്ത് സാറ്റും ഒന്ന് സൗബിൻ ഷാറ്റുമായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായ 2 അഭിനയിക്കാൻ കഴിവുള്ള 2 പേരെ പറ്റിയെന്ന് എടുത്തു പറഞ്ഞിരുന്നു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ. അപ്പൊ ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട് അല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഇടി എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിശാന്ത് സാറ്റോടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ എനിക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോപം കാണിക്കണമെങ്കിലൊക്കെ ഇങ്ങനെ എനിക്കും കോപം ഈ കഥാപാത്രം കാണിക്കണം എന്നുള്ളതൊക്കെ കാണിക്കും. പക്ഷെ അതിനകത്ത് ചെറിയ നുവാൻസസ് എക്സ്ട്രാ വന്നാൽ അത് കുറച്ചുകൂടെ ആ ക്യാരക്ടറിനെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ചില നുവാൻസസ് സാറ്റു എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ 1-2 സിനിമകളിൽ ഞാൻ 1-2 ക്യാരക്ടേഴ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ സാറ്റിന്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്ര ഒരു ഗംഭീര നടനാണ്. അദ്ദേഹത്തിന് നിങ്ങൾ നേരിട്ട് എത്ര പേര് കണ്ടോളെന്ന് അറിയില്ല. ഒരു ഭയങ്കര മാച്ചോ ഒരു ലുക്കുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടത്തില് എനിക്കൊരു അവസരം കിട്ടി. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്തായാലും ഇപ്പം ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. രഞ്ജിത്ത് സിനിമയെ പറ്റി എനിക്ക് ചേട്ടൻ സംസാരിക്കും. നമസ്കാരം. ഞങ്ങളെ കുറിച്ച് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ നിഷാദിനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ സിനിമ. അപ്പോൾ സ്വപ്നം മാത്രം മനസ്സിൽ പോരാ, അതനുസരിച്ചുള്ള ഹാർഡ് വർക്ക് വേണം. ഒരു സിനിമ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ധാരണ തന്നെ ഉണ്ടാവണം. പ്രേക്ഷകരെ 100% തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അത്രയും ഉപഭോക്തായിട്ടാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്.
പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരത് കാണുന്ന ഒരു രീതി അവരെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം ഒരു ഭാഗ്യം മലീശ്വരൻ്റെ കയ്യിലാണ്. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനകത്ത് കുറേ നാൾക്ക് ശേഷം ഇതൊരു വളരെ നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സീനുള്ളൂ, പക്ഷേ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിഷാന്തിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ചട്ടമ്പി നാട് എന്നുള്ള സിനിമ മമ്മൂക്കയുടെ സിനിമ ചെയ്യുമ്പോഴാണ് നിഷാന്ത് പരിചയപ്പെടുന്നത്. ഇന്ന് അദ്ദേഹം അത് ആ സിനിമ അസോസിയേറ്റ്. നമുക്ക് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വരുമ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ കാര്യം ഉണ്ടാവും എന്നുള്ളത് ആ വാക്ക് നിഷാന്ത് പാലിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ എല്ലാ സപ്പോർട്ടും സിനിമയ്ക്ക് ഉണ്ടാവണം. നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്നത്. എൻ്റെ പേരൊന്നും അറിയില്ല, ബോസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ചാനലിൻ്റെ മെയിൻ ഹെഡായിട്ടുള്ള ക്യാരക്ടറാണ്. എന്തായാലും സന്തോഷം. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും നമ്മൾ വെച്ച് കാണാൻ ഇടയായത്. നമ്മൾ ഈ സിനിമ ഇപ്പോൾ ഇവിടെ അശോകൻ ചേട്ടനാണെങ്കിലും സജീവനാണെങ്കിലും നവസയ്ക്കാണെങ്കിലും എല്ലാവരും ഈ സിനിമയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥയെക്കുറിച്ച് ബാധിക്കുന്ന കാര്യം നമുക്ക് അതിനെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ സിനിമയിൽ സുരാജേട്ടൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ സംവിധായകനായ സാറ്റുവിനെ പരിചയപ്പെടുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയത്. ഒരുപാട് പഠിക്കാൻ പറ്റി. ഒത്തിരി വിഷമം മാത്രമേ ഉള്ളൂ, എൻ്റെ ശബ്ദം ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. ചില സാങ്കേതിക കാരണം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതല്ലാതെ ഈ സിനിമ ഡിസംബർ 8 എൻ്റെ 2 സിനിമകൾ റിലീസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണും എന്നാണ് പറയുന്നത്. പിന്നെ ഹനാരെ കൊടുക്കാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കാണാൻ പറ്റിയ സന്തോഷം. ഈ ഒരു പ്രസ് മീറ്റ് ആക്ച്വലി ഇന്നലെ ആയിരുന്നു. ഇന്നലെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പം പ്രൊഡ്യൂസർ സാറിന് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കേണ്ടി വന്നു. ബിക്കോസ് ചെന്നൈയിലായിരുന്നു. അപ്പം പോരൂർന്ന് ഞങ്ങൾ ഡയറക്ട് തിരുച്ചിയിൽ നിന്നാണ് ഇവിടെ എത്തിയത്. സോ നമ്മുടെ ഡയറക്ടർ സാർ നിഷാന്ത് സാർ ചെന്നൈയിലാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തത്. എനിവേ ഇവിടെ ഇപ്പം സിനിമയുടെ ഈ പ്രസ് മീറ്റ് ഇവിടെ എത്താൻ പറ്റി. താങ്ക്സ് ടു ഗോഡ്. സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിഷാന്ത് സാറും അദ്ദേഹത്തിൻ്റെ എല്ലാ എഫേർട്ടും ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമാണിത്. അതേപോലെ നമ്മുടെ പ്രൊഡ്യൂസർ സാർ ഒരു 2-3 വർഷത്തെ എഫേർട്ടാണ് എല്ലാവരുടെയും. ഈ ചിത്രം ഒരു മിക്സ്ഡ് ജോണറാണ്. നിഷാന്ത് ആദ്യം ഫോണിലൂടെ കഥ പറയുമ്പോൾ ആദ്യം ഓർക്കുമ്പോൾ ഇത് റൊമാൻസ് ആയിരിക്കാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓർക്കുമ്പോൾ ഒരു ത്രില്ലറാണ്, പിന്നെ നമുക്കൊരു സൈക്കോ എലമെന്റ് വരുന്നുണ്ട്. സോ എല്ലാം കൂടെ എല്ലാ ജോണറും കൂടെ കലർത്തിയിട്ട് ഇറ്റ് ഇസ് വോവൺ ടുഗദർ ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. സോ കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ വാസ് വെരി ഹാപ്പി. ലൈക്ക് നല്ല എന്റർടൈൻ ആയിരുന്നു. സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ വായിച്ചിരുന്നു. സോ അന്നേരം ഹി ആസ്ക്ഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ആസ് എൻ ഓഡിയൻ, അല്ലെങ്കിൽ ആക്ട്രസ് എന്നുള്ള നിലയ്ക്കല്ല, ആസ് എൻ ഓഡിയൻ ഇത് കാണുമ്പോൾ എന്ത് തോന്നും എന്നിട്ട് ചോദിച്ചപ്പോൾ ഐ ടോൾഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് എന്റർടൈനർ. എല്ലാവർക്കും ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. സോ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവിടെ അഭിനയിച്ച ആർട്ടിസ്റ്റിൽ എനിക്ക് തോന്നുന്നു. സോ 8-ാം തീയതി റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. ഇതിൻ്റെ എല്ലാവരും സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കക്ഷി. ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെ ജസ്റ്റ് ആഡ് ചെയ്യുന്നു നോക്കും. ഈ ഒരു സിനിമ കൂടുതലൊരു മൈൻഡ് ഗെയിം വെച്ച് കളിച്ച ഒരു സിനിമയാണ്. ഇവർ പറഞ്ഞ പോലെ കഥയെക്കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, കാരണം എനിക്ക് ഈ കഥയെക്കുറിച്ച് എനിക്ക് അറിയില്ല. സട്ടു എന്നിട്ട് ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഫൈനൽ ഔട്ട് വരുമ്പോൾ കാണാൻ. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ACT ചന്ദ്രശേഖർ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു വേഷം. എനിക്ക് തോന്നുന്നു എന്നെ ഫിക്സ് ചെയ്ത് തന്നെ 2-3 പേരുടെ ഡേറ്റിന്റെ ക്ലാഷും മറ്റേ വേറെ എന്തൊക്കെയോ സംഭവം കൊണ്ട് വരാൻ പറ്റാത്ത ഒരു ഫൈനൽ മിനിറ്റാണ് എന്നെ ഫിക്സ് ചെയ്തത്.
പക്ഷേ സൈജു പറഞ്ഞൊരു പോയിന്റ് ഞാൻ സട്ടുൽ സ്ട്രെസ് ചെയ്യുന്ന വെച്ചിട്ട് ഡയറക്ടറൈസ്, കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർഷം നിൽക്കുന്ന ഒരാളാണ്, എന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ പഠിക്കുന്നത് എപ്പോഴും നമുക്കൊരു ഹോംവർക്കാണ്. ഈ സിനിമയിലെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതിലെ സ്റ്റാർ കാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഇത്രയും സ്റ്റാർ എല്ലാം യങ് ആക്ടേഴ്സ് ഉള്ളൊരു സിനിമ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൈക്കോ ത്രില്ലർ ആണെങ്കിലും പറയാം. ഐ തിങ്ക് ഇറ്റ് ഈസ് കം ഔട്ട് വെരി വെൽ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. താങ്ക് യു. കൃഷ്ണ പറഞ്ഞ പോലെ ഒരു യങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെടുമെന്ന് എനിക്കൊരു സംശയം. വളരെ സീനാണ് യങ് എന്ന്. അത് ശരീരം വെച്ചിരിക്കണോ? അല്ലല്ല അല്ല, ഞാൻ വളരെ സീനിയറാണ്. എത്ര വർഷമായി സിനിമയിൽ? അല്ല, മാറിയ വർഷമല്ല ഞാൻ ചോദിക്കുന്നത്, തുടങ്ങിയത്. ഞാൻ 36 വർഷമായി. ഞാൻ വെറുതെ പറയാം, ജയിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ അകത്ത് നേരത്തെ ഇവിടെ പലരും പറഞ്ഞ കാര്യങ്ങളൊന്നും ചെറുതായിട്ട് വിശദീകരിക്കുകയാണ്. നിശാന്തിനെ കുറിച്ച് നല്ല ആക്ടറാണ്. അതായത് നമുക്കൊരു സീൻ പറഞ്ഞു തരുമ്പോൾ ഒരു മോഡുലേഷനും ഉണ്ടാവില്ല. പുള്ളി പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു തരുമ്പോൾ പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് പറഞ്ഞു തരുമ്പോൾ ആ സാധനം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യം. ചില അസോസിയേറ്റ് നമുക്ക് ഡയലോഗ് പ്രൊമറ്റ് ചെയ്ത് തരും, അവർ മോഡുലേറ്റ് ചെയ്തിട്ടാണ് പ്രൊമറ്റ് ചെയ്യുന്നത്. അതൊന്നുമില്ലാതെ തന്നെ വെറുതെ ഫ്രാങ്കായിട്ട് വളരെ ക്ലീനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ കഴിവ് കാണിക്കാൻ നമുക്ക് തോന്നുന്നു. മറ്റേത് പ്രൊമറ്റ് ചെയ്യുന്ന ആൾക്കൊരു മോഡുലേഷൻ നമ്മളത് ഫോളോ ചെയ്യുന്നത്. അസൽ ആർട്ടിസ്റ്റാണ് നിശാന്ത്. പിന്നെ ഭയങ്കര കൂളാണ് നമുക്ക് അഭിനയിക്കാൻ സെറ്റിൽ. അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഒരുപാട് കാലത്തെ അധ്വാനവും പുള്ളിയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ സീനും കഥയും കാര്യങ്ങളൊക്കെ ഏകദേശം എന്നോട് പറഞ്ഞു. എനിക്കത് അധികമൊന്നുമില്ല, വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ അതിലൊരു നല്ല പാർട്ടാണ് ഞാൻ ചെയ്തത് ഒരു പ്രൊഡ്യൂസറായിട്ട് തന്നെ. നല്ല കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ സബ്ജക്റ്റിന് അവകാശപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. പറഞ്ഞിരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. നേരത്തെ പലരും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു യൂത്തിന് ഇഷ്ടപ്പെടാൻ പറ്റിയ സിനിമയാണ്. യങ്സ്റ്റേഴ്സിന്, അതൊരു ഫാമിലി എല്ലാം ഉണ്ടായിട്ടുണ്ട്. റൊമാൻസ്, വയലൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അത് ഭംഗിയായിട്ട് എടുത്ത് ചിട്ടപ്പെടുത്തി ഗംഭീര ആറാറാണ് അല്ലേ? ഗംഭീര ആറാറാണ്. നല്ല എഡിറ്റിംഗ് ആണ്. നല്ല ഗംഭീരമായിട്ട് അതാക്കി വെച്ചിട്ടുണ്ട്. അത് 8-ാം തീയതി നിങ്ങളെല്ലാവരും കണ്ട് ഫുൾ സപ്പോർട്ട് കിട്ടണം. അതുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. ചോദിക്കാമോ? അന്നയോട്ടാണ്. അന്നയ 2016 ഡാർവിന്റെ പരിണാമം എന്ന സിനിമയിൽ കൂടെയാണ് അന്ന എന്ന് പറയുന്ന ആക്ട്രസിനെ മലയാളികൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് സിനിമകളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഭയങ്കര ചൂസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സിനിമ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സെലക്ട് ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമയിൽ എൻ്റർ ആവുന്നതിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ചൂസ് ചെയ്തതല്ല, എനിക്ക് അത്ര സിനിമ ഓഫേഴ്സ് വരുന്നില്ലായിരുന്നു. വരുന്നതിൽ ചിലത് ഞാൻ കുറച്ചും കൂടെ ഒരു ക്ലീഷ അല്ലാതെ മേ ബി കുറച്ചും കൂടെ വ്യത്യസ്തത ഞാനിപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഓഫേഴ്സ് അങ്ങനെ വരുന്നില്ല. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിശാന്തേട്ടനെ എനിക്ക് രക്ഷാധികാരി സിനിമ മുതലറിയാം. അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. സോ അന്നേരം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് ഇപ്പൊ ഞങ്ങളുടെ സെറ്റിലാണെങ്കിലും അദ്ദേഹം നമ്മുടെ പൂജയുടെ സമയത്ത് നല്ല ഭയങ്കര ഫെയർ കോംപ്ലക്ഷനാണ്. സിനിമ തീരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. കോംപ്ലക്ഷനൊക്കെ ഒരു 5-6 ഗ്രേഡ് അങ്ങ് താഴോട്ട് പോയി. കാര്യം ഫുൾ വെയിലത്തായിരുന്നു. ഞങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം ഫുൾ ടൈം വെയിലത്ത് നിന്ന് നോക്കിയാണ്. സോ അത്ര ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ
ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അദ്ദേഹം ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ചിത്രത്തിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു. കഥ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ അതിൽ ആ കഥാപാത്രം എന്താണെന്ന് അത് കൂടുതൽ വിശദീകരിച്ച് ചോദിക്കുന്നതിലുപരി വാട്ട് ഐ വാസ് ഹാപ്പി വാസ് ബിക്കോസ് ഹി കോൾഡ് മീ. സോ ദാറ്റ് ഈസ് മൈ പ്രയോറിറ്റി ദെയർ. പിന്നീട് കഥ കേട്ടു, ലൈക്ക് ഐ സെഡ് വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നി, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഐ ഡെഫിനറ്റ്ലി നെവർ സെഡ് എ നോട്ട്. ഡയറക്ട്ലി യെസ് തന്നെയാണ് പറഞ്ഞത്, വോണ്ട് ടു ഡു ദിസ് പാർട്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ഈ സിനിമയിൽ ഐ പെയർഡ് വിത്ത് ആൻസൺ. സോ ആൻസറിന്റെ ഒപ്പം ഞാൻ ഫസ്റ്റ് എന്നെ മോഡലിംഗ് ബേസിൽ മോഡലിംഗിൽ ഫസ്റ്റ് എന്നെ പോസ് ചെയ്യാൻ പഠിപ്പിച്ച ഇദ്ദേഹമാണ്. ഇങ്ങനെ പോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഇദ്ദേഹമാണ്. സോ എഗെയിൻ ചിത്രത്തിൽ ഇദ്ദേഹത്തിനൊപ്പം നോക്കിയപ്പോൾ ഞാൻ ഐ വെരി കംഫർട്ടബിൾ വിത്ത് ഹിം ബിക്കോസ് ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട്. സോ എല്ലാം കൊണ്ടും ഐ വാസ് ഹാപ്പി വർക്കിംഗ് വിത്ത് ഹിം. ആൻഡ് സൈജേട്ടനെ ഓൾസോ തീർപ്പിൽ പരിചയമുണ്ട്. സോ ഹാപ്പി, ദ ഹോൾ ക്രൂ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഐ വാസ് വെരി ഹാപ്പി വർക്കിംഗ് വിത്ത് ഹിം. ആസിഫിക്ക, നമിത ജിവർ, ഓൾ. വിവാദം വന്നില്ല, 2 ദിവസം വിവാദം വന്നില്ല.